ഹലോ ഗൈസ്, പൊതുവെ മോഹൻ ബഗാനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയാണ് മറ്റ് ക്ലബ്ബുകൾ കളിക്കുന്ന നന്നായിട്ട് കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളെ പണം മുടക്കി ട്രാൻസ്ഫർ ഫീ ഒക്കെ മുടക്കി ഓരോ സീസണിലും ടീമിൽ നിറയ്ക്കുന്നു എന്നുള്ള കാര്യം. അത് ഏറെക്കുറെ ശരിയാണ്. നമുക്ക് ഓരോ സീസണും നോക്കുമ്പോൾ അറിയാം, വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ട് താരങ്ങളെയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ സീസണിൽ തന്നെ അൻവർ അലി, അനിരുദ്ധ അപ്പ, സഹലിനെ പോലെയുള്ള 3 താരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പം നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന കാര്യം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താരങ്ങൾ വരുന്നത് മോഹൻ ബഗാനിൽ നിന്നാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് മോഹൻ ബഗാന്റെ ടീമിലെ ചില യങ് താരങ്ങൾ അല്ലെങ്കിൽ റിസർവിൽ നിന്ന് പ്രൊമോട്ടായിട്ട് വരുന്ന താരങ്ങൾ എന്നുള്ളത്. കാരണം പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ വിശ്വസിക്കാറുണ്ട് അവരുടെ റിസർവ് ടീമിൽ അല്ലെങ്കിൽ യങ് പ്ലെയേഴ്സിനൊന്നും ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം മറ്റു ടീമുകളിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഡയറക്റ്റായിട്ട് തന്നെ അവർക്ക് ഒരുപാട് ഗെയിം ടൈം ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്താലും മറ്റ് പല ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. മോഹൻ ബഗാന്റെ കാര്യം എടുക്കുമ്പോൾ അവർ കോമ്പീറ്റ് ചെയ്യാതെ ഒരിക്കലും അവർക്ക് ഗെയിം ടൈം കിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോമ്പീറ്റ് ചെയ്യേണ്ടത് നാഷണൽ ടീമിൽ കളിക്കുന്ന ഒക്കെ പ്ലേയേഴ്സാണ്. ഇപ്പം മൻവീർ സിംഗ് ആണ്, ലിസ്റ്റൺ, സഹൽ തുടങ്ങി അൻവർ അലി തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ ചില പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സീസണിൽ കളിച്ച യങ് പ്ലേയേഴ്സിൻ്റെ ഒരു അണ്ടർ-23 ബാച്ച് അല്ലെങ്കിൽ അവർ റിസർവ് ടീമിൽ നിന്ന് പ്രൊമോട്ടായിട്ട് വന്നിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു നല്ല ബഞ്ച് ഓഫ് പ്ലേയേഴ്സ് അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പം ബാസ്ഫോ, ദീപേന്ദു വിശ്വാസ്, അമൻദീപ്, അഭിഷേക് സുരംഷി, കിയാൻ നസീരി, ഫർദിൻ അലിമുല്ല, സുഹൈൽ ഭട്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എന്നാൽ ഈ ഒരു പ്ലേയേഴ്സിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പം ഈ സീസണിൽ ഈ ലിസ്റ്റിൽ അണ്ടർ-23 ലിസ്റ്റിൽ അല്ലെങ്കിൽ റിസർവിൽ നിന്ന് പ്രൊമോട്ടായി വന്നവരുടെ ലിസ്റ്റിൽ കൂടുതൽ ഗെയിം ടൈം കിട്ടിയിട്ടുള്ള ഒരു പ്ലെയർ അഭിഷേക് സൂര്യവംശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുള്ള താരമാണ്. അപ്പം അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, അനിരുദ്ധ താപ്പ ഒരു പെർഫോമൻസ് വൈസ് ഒന്ന് താഴെ പോരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അഭിഷേക് സൂര്യവംശിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അദ്ദേഹത്തെക്കാൾ അനിരുദ്ധ താപ്പയേക്കാൾ ഒരു മികച്ച പെർഫോമൻസ് ഈ സീസണിൽ നടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലൊരു ഗെയിം ടൈം അവിടെ കിട്ടി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഗെയിം ടൈം കിട്ടിയ പ്ലെയർ ദീപേന്ദു വിശ്വാസാണ്. അദ്ദേഹം ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം അടുത്ത ലോക്കൽ ലാഡാണ്, അതായത് വെസ്റ്റ് ബംഗാൾ തന്നെ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അൻവർ അലിക്ക് ഒരു ഇഞ്ചറി പറ്റി കുറേ മത്സരങ്ങൾ മിസ്സായിട്ടുള്ള സമയത്താണ് ദീപേന്ദു വിശ്വാസിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഫർദിൻ അലിമുല്ലൊക്കെ കളിച്ചിട്ടുള്ളത് കൂടുതലും ഡെവലപ്മെൻറ്റൽ ലീഗിലൊക്കെയാണ്. പിന്നെ അമൻദീപൊക്കെ ടു യങ് ആണ്, ഇപ്പം 19 വയസ്സൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. സോ ഈ പ്ലെയേഴ്സിനൊക്കെ ഗെയിം ടൈം ഒക്കെ കിട്ടുന്നു. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ വന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്കൊരു പരാതി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാനുള്ളത് ആണെങ്കിൽ കിയാൻ നസീരിയുടെയും അല്ലെങ്കിൽ സുമിത് റാത്തിയുടെയും കാര്യമാണ്. കാരണം കിയാൻ നസീരി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ആ ഒരു പൊസിഷനിൽ മോഹൻ ബഗാനിൽ കളിക്കുന്ന പ്ലെയർ മൻവീർ സിംഗ് ആണ്, ഒരു റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കുന്നത്. അപ്പം അവിടെ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ കിയാൻ നസീരിയേക്കാൾ മൻവീർ സിംഗിന് ഒരു എഡ്ജ് അവിടെ വരും. കാരണം കോൺട്രിബ്യൂഷൻ വൈസ് ഒക്കെ നോക്കുമ്പം പിന്നെ നാഷണൽ ടീമിൻ്റെ ഒക്കെ ഒരു പ്ലെയറൊക്കെ കൂടിയാണല്ലോ. പിന്നെ സുമിത് റാത്തിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ അൻവർ അലിക്ക് ഒരു ഇഞ്ചറിയൊക്കെ പറ്റിയ സമയത്ത് ഗെയിം ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്ത് റീസൺ ആണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം അവൈലബിൾ അല്ലായിരുന്നു എന്നറിയത്തില്ല. ആ സമയത്താണ് ദീപേന്ദു വിശ്വാസമൊക്കെ വന്നിട്ട് ഒരു ഗെയിം ടൈം കിട്ടുന്നത്, അത്യാവശ്യം കളിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത്. എന്താണെങ്കിലും കിയാൻ നസീരി ക്ലബ്ബ് വിട്ട് പോയി ചെന്നൈയിൻ എഫ്സിയുമായിട്ടൊക്കെ ഒരു ഡീലിലെത്തി അദ്ദേഹത്തിന് ഒരു അവിടെ ഗെയിം ടൈം അഷുറൻസ് കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുമിത് റാത്തിയും യങ് ആണ്, ഇപ്പം 20-21 വയസ്സേ ഉള്ളൂ. മറ്റു ക്ലബ്ബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗെയിം ടൈം കിട്ടുന്ന ഒരു പ്ലെയർ ആയിരിക്കും. കാരണം ഇവിടെ അൻവർ അലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ഈ ഒരു ക്ലബ്ബിനോടൊപ്പം നിന്ന് അവിടുത്തെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ഒക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബുകളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗെയിം ടൈം കിട്ടും എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. സോ ഞാൻ ഒരു ഫാക്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഇപ്പം KBFCയോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡോ ജംഷഡ്പൂരോ ഏത് ക്ലബ്ബുകളിലൊക്കെ ആണെങ്കിലും ഇപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ ഡയറക്റ്റ് തന്നെ ചിലപ്പം സ്റ്റാർട്ടിംഗ് ലെവൽ വരാനും കുറേ ഗെയിം ടൈം കിട്ടാനും അവർ പ്രൂവ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പം കുറച്ചധികം ഗെയിം ടൈം ഒക്കെ കിട്ടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മോഹൻ ബഗാനിലേക്ക് വരുന്നൊരു സമയത്ത് അങ്ങനെ ഒരുപാട് ടൈം കിട്ടില്ല. കിട്ടുന്ന സമയത്ത് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലൊക്കെ പ്ലേസ്. അപ്പം അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ പോലെ അഭിഷേക് സൂര്യവംശി അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിയാൻ നസീരിയുടെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് മറ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ കളിക്കുന്ന നാഷണൽ ടീം പ്ലേയേഴ്സിനോട് പോലും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയണം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം മോഹൻ ബഗാൻ എപ്പോഴും ഓരോ സീസണിലും മാക്സിമം ട്രോഫീസ് വിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല. ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലെയർ ആരാണോ, അത് യങ് പ്ലെയറോ അല്ലെങ്കിൽ സീനിയർ പ്ലെയറോ ഒന്നും നോക്കാതെ അവിടെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതാണ് മറ്റ് ക്ലബ്സുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു റിസർവ് ടീമിൽ ഒരു ബഞ്ച് ഓഫ് നല്ല പ്ലെയേഴ്സ് ഉണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. അതൊന്നും നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പാടും കമ്പോസിഷൻ.